ഈ എങ്ങനെയാണ് ഈ കഞ്ചാവിന് ലൈസൻസ് കിട്ടുന്നത്? കഞ്ചാവിനാണോ കിട്ടുന്നത് അതോ അത് വെച്ചുള്ള എന്തെങ്കിലും വേറെ പ്രോഡക്ട്സിനോ എന്തെങ്കിലും ആണോ? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാവം സസ്യത്തിൽ ജനിച്ച ഒരാളാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. ഹെമ്പെന്നാണ് ഇതിനറിയപ്പെടുന്നത്. ശരിക്കും ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 85-ലാണ് ഇവന് ഇത്രയും ദുസ്സഹമായ ഒരു കഷ്ടകാലം തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലും നമ്മുടെ ജീവിതത്തിലും തന്നെ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ശബരിമലയിൽ സ്വാമിമാർ പോകുമ്പോൾ ആ ഒരു ഇരുമുടിക്കെട്ടിൽ ഒരെണ്ണത്തിൽ ശിവമൂലി നിറച്ചിരുന്നു. അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നും ഉത്തരേന്ത്യയിൽ, ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിൽ എനിക്ക് ഫാമിംഗ് ഉണ്ട്, കഞ്ചാവ് കൃഷിക്കുള്ള ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി തന്നെയുണ്ട്. അത് കൂടാതാണ് ഇപ്പോൾ ഫുൾ സ്പെക്ട്രം, അതായത് ഒരു വളരെയേറെ റിസർച്ച് ആധുനിക വൈദ്യശാസ്ത്രം നടത്തിയിട്ട് എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗത്തിന് ഇതിനല്ലാണ്ട് വേറൊരു മരുന്നില്ല എന്ന് തന്നെ ഇതിന് കുറേ ഘടകങ്ങളുണ്ട്. CBD എന്ന് പറയും, THC എന്നൊക്കെ പറയും. അതിൽ ടെട്രാ ഹൈക്ലോറൈഡ് എന്ന് പറയുന്ന കനാബിഡോളാണ് തലയ്ക്ക് പിടിക്കുന്നത്, സൈക്കാട്രിക്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിഡോട്ടായിട്ട് കൊള്ളാം. നിങ്ങൾ ഭയപ്പെടേണ്ടത് കഞ്ചാവിനെയോ കറുപ്പിനെയോ അല്ല. അതിന് പകരം MDMA എന്നൊക്കെ പറയുന്ന സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഉണ്ട്. അതാണ് മനുഷ്യന് ഏറ്റവും ദോഷകരമാകുന്നത്. ഇപ്പം ഭാഗ്യവശാൽ ആയുഷിൻ്റെ ലൈസൻസ് സൗത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയെന്ന് അഭിമാനിക്കാം. ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ള ശ്രമമാണ്. കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ലൈസൻസ് ലീഗലായത്. എക്കോ ഹെബ്സ് എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് ആയുർവേദ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ എൻ്റെ പേരിലാണ് നമുക്ക് ആയുഷ് ലൈസൻസ് കിട്ടിയേക്കുന്നത്. ഫുൾ സ്പെക്ട്രം എന്ന് പറയും. അതായത് കഞ്ചാവിൻ്റെ, ശരിക്കും പറഞ്ഞാൽ NDPS ആക്റ്റിൽ കഞ്ചാവിൻ്റെ ഇല വരെ കൊണ്ടു നടക്കാം. പക്ഷെ പുഷ്പം, അത് പെൺ വർഗത്തിൽപ്പെട്ട എൻ്റെ പൂവ് മുതൽ ഫ്ലവറിങ് പാർട്ടാണ് ശരിക്കും NDPS ആക്റ്റിൽ വരുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം കഞ്ചാവ് എന്ന് പറയുമ്പം തന്നെ 5 ഗ്രാമിന് വരെയൊക്കെ ഇവർ പിടിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഉദ്യോഗസ്ഥരുടെ ഒന്നുകിൽ അതിനെക്കുറിച്ചുള്ള അജ്ഞതയോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. പിന്നെ കഞ്ചാവ് മോശമാണെന്ന് അടുത്ത കാലത്ത് ചില IPS ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമുക്ക് 2000-ലേറെ അതിനകത്ത് മോളിക്യൂൾസ് അത്ഭുതങ്ങളുള്ളതുകൊണ്ട് പിന്നെ അതിന് നിരവധി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഹെമ്പിൽ നിന്നും ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഉക്രൈനിലെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഉണ്ടായി. ആ നഗരത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഹെമ്പ് കൃഷി മാത്രമാണ് ചെയ്തത്. അതായത് നമ്മുടെ ബ്രഹ്മപുരം പോലുള്ള ഒരു സ്ഥലത്ത് ഒരു കിലോ കഞ്ചാവിൻ്റെ സീഡ്സ് വിതറിയിരുന്നെങ്കിൽ ഇന്ന് അവിടുത്തെ സർവ്വദോഷങ്ങളും മാറി അത് പൂർണ്ണാധികം കംപ്ലീറ്റ്, അതായത് ഹെവി മെറ്റീരിയൽസ് മെർക്കുറിയൊക്കെ തിന്നും, അത്രമാത്രമാണ്. അപ്പം ഞാൻ ബെസ്റ്റ് ഹെൽത്ത്, അതായത് അന്നം ഔഷധം എന്നുള്ളൊരു കോൺസെപ്റ്റ് വിശ്വസിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഇതായിട്ടാണ് തമ്പീസ് നാഗാർജുന എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഞവര അരിയാണ്, ഞവര അരിയുടെ പുട്ടുപൊടിയാണ്. ഇത് പുട്ടുപൊടിയായിട്ട് മാത്രമല്ല, ഞവര തേപ്പിന് പോലും ഭംഗി വരുത്താൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഞവര ബ്യൂട്ടി പ്രോഡക്റ്റ് ആണിത്. ഒരു 2 സ്പൂൺ ഞവര പൗഡറും അതിനോടൊപ്പം ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞളും അതിനകത്ത് ഒരു അരമുറി തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് ആ മിശ്രിതം കംപ്ലീറ്റ് തേച്ച് കുളിക്കുകയാണെങ്കിൽ മുഖകാന്തി വർദ്ധിക്കും. എല്ലാ പാടുകളും വൈറ്റമിൻ E, ഫ്ലവനോയിഡൊക്കെ ഉള്ളതാണ് എല്ലാ സുഖവും. അതുപോലെ തന്നെ വേറൊരു ഉത്തമ സാധനമാണ് ഇത് രക്തശാലി അരി എന്ന് പറയും. രക്തശാലിയും ഈ പറഞ്ഞ കണക്ക് രാജാക്കന്മാർ മാത്രം കഴിച്ചിരുന്ന ആദിവാസികളിൽ ഉണ്ടാക്കപ്പെടുന്ന വയനാടൻ പ്രോഡക്റ്റാണ്. അതിലൊക്കെ ഉപരിയാണ് ഇത് കഞ്ചാവിൻ്റെ സീഡ്സാണ്. ഇത് FSSA ആക്റ്റിലാണ്. ഇത് താഴെ വീണ് കിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ അനുസരിച്ച് 20 കിലോ അകത്ത് കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ സീഡ്സിൻ്റെ പാലെടുത്ത് കുടിക്കാം, ഇതിൻ്റെ ഓയിൽ ദേഹത്തെ തേച്ച് കുളിക്കാൻ നല്ലതാണ്, അകത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അനവധി ഔഷധ ഗുണമുള്ളൊരു സാധനത്തിന് നാം ഇതിനെ ഇങ്ങനെ പറഞ്ഞ് നശിപ്പിക്കരുതെന്നുള്ളതാണ്. എൻ്റെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് THC, ഇവർ പറയുന്ന സാധനം ക്യാൻസറിനും മറ്റ് വേദന സംഹാരിയായിട്ടും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ ഉണ്ട്. പിന്നെ CBD ഓയിൽ എന്ന് പറയുന്നതാണ്. അത് സൈക്കാട്രിക് സബ്സ്റ്റൻസ് ഇല്ല. അത് എപ്പിലെപ്സിക്ക്, അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിനും വളരെയേറെ ഫലപ്രദമാണ്. ശരിക്കും 6 മാസം കൊണ്ട് എപ്പിലെപ്സി
പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് വരും. പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യ ബില്ലനുസരിച്ച് രോഗം മാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രോഗം മാറുമെന്ന് പറഞ്ഞാൽ പോലെ ശിക്ഷിക്കപ്പെടും. ആ രീതിക്കുള്ള അത്ഭുതങ്ങളൊക്കെയാണ് ഞാൻ വിമർശിക്കുകയല്ല. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യവും സർക്കാരും സംരക്ഷണവും ഒക്കെ വരണം. എന്നാലും ഇപ്പോൾ എനിക്ക് ലീഗലായിട്ട് ഇത് വിൽക്കാൻ പറ്റും. പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, ആയുഷ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ്, അവർ വഴിയാണ് ഞാൻ ഇതിന് വേണ്ടുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തപ്പുന്നുണ്ട്. എല്ലാ ആയുഷ് ഡോക്ടേഴ്സിനും ഇത് സ്റ്റോക്ക് ചെയ്ത് ഡ്രഗ് ലൈസൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേഷ്യൻസിന് ഇത് കൊടുക്കാൻ പറ്റും. അപസ്മാരം, ഉന്മാദം എന്ന് വേണ്ട നിരവധി രോഗങ്ങൾക്ക് ഈ CBD ഓയിലും THC ഓയിലും അത്ഭുതങ്ങൾ നൽകുന്ന ഒരു ഔഷധമാണ്. നിങ്ങൾക്ക് ഇത് തലയുയർത്തി അന്തസ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും വളരെയേറെ നിങ്ങൾക്ക്